ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 4 ബുധനാഴ്ചയാണ്. ഇന്നലത്തെ ഏറ്റവും വലിയൊരു വാർത്തയുണ്ടായിരുന്നത് അമേരിക്ക ഇന്ത്യയുമായി നടത്തുന്ന പുതിയ ട്രേഡ് ഡീലിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് 25% നിന്ന് 18% കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ ഒരു വലിയ പോസിറ്റീവ് ന്യൂസിൻ്റെ ഭാഗമായി ഇന്ത്യൻ വിപണിയിൽ പ്രത്യേകിച്ച് നിഫ്റ്റി ഇന്നലെ ഓപ്പൺ ചെയ്യുന്നത് 1219 പോയിൻറ്റ്സിൻ്റെ വലിയൊരു ഗ്യാപ്പ് ഓപ്പണിങ്ങിലായിരുന്നു. പിന്നീട് ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം ക്ലോസ് ചെയ്യുന്നത് 640 പോയിൻറ്റ്സ് ഉയർന്നാണ്. ഏതായാലും ഇന്ന് മാർക്കറ്റ് വീണ്ടും പോസിറ്റിവിറ്റിയിൽ റിയാക്ട് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരാം. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് RBIയുടെ MPC മീറ്റിംഗുമായി ബന്ധപ്പെട്ടതാണ്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഇന്നാണ് ആരംഭിക്കുന്നത്. MPCയുടെ ഡിസിഷൻ വരുന്നത് വെള്ളിയാഴ്ചയുമാണ്, അതായത് ഫെബ്രുവരി 6 RBIയെ സംബന്ധിച്ച് ഇനി കുറച്ചു കാലത്തേക്ക് പലിശ നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്താനുള്ള സാധ്യതകളാണുള്ളത്. പണപ്പെരുപ്പം വളരെ താഴ്ന്നതും നിയന്ത്രണത്തിലുമാണ്. അതിനാൽ കൂടുതൽ കുറയ്ക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല. പണപ്പെരുപ്പത്തിലും പലിശ നിരക്കിലും സ്ഥിരതയുണ്ടെന്ന് സർക്കാർ കരുതുന്നു. സ്വകാര്യ മേഖല നിലവിലെ നിരക്കുകളെക്കുറിച്ച് പരാതിപ്പെടുന്നുമില്ല. RBI ഇപ്പോൾ നിരക്ക് കുറച്ച് കണക്ക് നോക്കുകയാണെങ്കിൽ RBI ഇതിനകം റിപ്പോ നിരക്ക് 125 ബേസിസ് പോയിന്റ്സ് ആണ് കുറച്ചിരിക്കുന്നത്. നിലവിലെ റിപ്പോ നിരക്ക് 5.25%. 2022 പകുതിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്ക് കൂടിയാണിത്. മുൻപ് RBI ചെയ്തതുപോലെ അഗ്രസീവായിട്ടുള്ള റേറ്റ് കട്ടിലേക്ക് ഇനി പോകാനുള്ള സാധ്യതകൾ കുറവാണ്. കൂടാതെ പണപ്പെരുപ്പം നിലവിൽ ഡിസംബറിലെ റീറ്റെയിൽ പണപ്പെരുപ്പം 1.3%. RBIയുടെ ലക്ഷ്യമായ 4%-നുള്ളിൽ തന്നെയാണ് ഇപ്പോൾ പണപ്പെരുപ്പ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ RBIയുടെ ടോളറൻസ് പരിധി നോക്കുകയാണെങ്കിൽ 2 മുതൽ 6% വരെയാണ്. ഈ ബാൻഡിനുള്ളിലായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പണപ്പെരുപ്പ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഫോക്കസിൽ വരുന്ന ബാങ്ക് നിഫ്റ്റിയിൽ ഇത് എന്ത് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈൽഡ്ലി ഒരു ചെറിയ പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ബയാസിലുള്ള ഒരു റിയാക്ഷനോ ആയിരിക്കും ഉണ്ടാക്കുക. ഇനി ഫോക്കസിലുള്ള മറ്റൊരു വാർത്തയിലേക്കാണ്. ഇപ്പോൾ വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തുമോ എന്നത് തന്നെയാണ്. ഇപ്പോഴത്തെ വലിയൊരു ചർച്ചയായി വരുന്നത് അത് തന്നെയാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് നിർത്തും എന്ന് സമ്മതിച്ചതായി പറയുന്നു. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ താരിഫ് 18% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓയിൽ മാർക്കറ്റ് വിദഗ്ധർ പറയുന്നത് റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതി പെട്ടെന്ന് സീറോയിലേക്ക് ആക്കാൻ സാധ്യത കുറവാണ്. കാരണം ക്രൂഡ് ഓയിൽ കാർഗോകൾ സാധാരണയായി 10 ആഴ്ച മുൻപ് തന്നെ ബുക്ക് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ബുക്ക് ചെയ്ത് നിരവധി ഷിപ്പ്യാർഡുകൾ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വരെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതായത് ഇറക്കുമതി കുറയും, പക്ഷെ പൂർണ്ണമായി നിർത്താൻ ഉടൻ സാധിക്കുകയില്ല. ഇനി ചില ഡാറ്റകൾ നമുക്ക് നോക്കാം. ജനുവരി മാസത്തിൽ ഇന്ത്യയുടെ റഷ്യൻ ഓയിൽ ഇറക്കുമതി ഏകദേശം 70% കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇന്ത്യ കൂടുതൽ ഓയിൽ വാങ്ങുന്നത് വെസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. ഇന്ത്യ ദിവസവും ഏകദേശം 4.5 ബില്യൺ ബാരൽ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. റഷ്യയിൽ നിന്ന് കിട്ടുന്ന ഡിസ്കൗണ്ട് ഓയിൽ പൂർണ്ണമായും മാറ്റിയാൽ ഇന്ത്യയുടെ ഓയിൽ ഇറക്കുമതി ചെലവ് വർഷത്തിൽ ഏകദേശം 2.7 മുതൽ 4 ബില്യൺ ഡോളർ വരെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ചിലവ് കുറയ്ക്കാൻ നോക്കുകയാണെങ്കിൽ വെനിസ്വേല പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹെവി ക്രൂഡ് ഇന്ത്യൻ റിഫൈനറികൾക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. അതുകൊണ്ട് അത് ഒരു ഓപ്ഷനായിട്ട് കാണാവുന്നതുമാണ്. ഇനി റഷ്യയിൽ നിന്നുള്ള ചീപ്പായിട്ടുള്ള ഓയിൽ നിർത്തുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് സമ്മർദ്ദമുണ്ടാക്കുക നമ്മുടെ പ്രധാനപ്പെട്ട ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ തന്നെയാണ്. അതായത് IOC, BPCL, HPCL തുടങ്ങിയ കമ്പനികൾ, അവർക്ക് ഒരു മാർജിനൽ പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. നമ്മളിവിടെ പറഞ്ഞ കമ്പനികളുടെയോ സെക്ടറുകളുടെയോ ഇൻഡീസസിൻ്റെയോ പേര് ഒന്നും തന്നെ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ വാച്ച് ചെയ്യാം. അതിന് മുന്നേയായി മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ചെറിയൊരു ബൈറ്റിലേക്ക്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക.
അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. വാൾസ്ട്രീറ്റ് ചൊവ്വാഴ്ച വലിയ ഇടിവോടെയാണ് ക്ലോസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ മത്സരമുണ്ടാക്കുമോ എന്ന ആശങ്ക സോഫ്റ്റ്വെയർ കമ്പനികളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതിനോടൊപ്പം ആൽഫബറ്റ്, ആമസോൺ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ വരാനിരിക്കുകയാണ്. ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് നിക്ഷേപകർ വളരെ ജാഗ്രതയോടെയാണ് മാർക്കറ്റിനെ ഇപ്പോൾ സമീപിക്കുന്നത്. ഇന്നലെ വലിയ ഇടിവുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എൻവിഡിയ, മൈക്രോസോഫ്റ്റ് എന്നിവയായിരുന്നു. 3% ഇടിവാണ് ഉണ്ടാക്കിയത്. ആൽഫബറ്റ് 1.2% ഇടിവും ആമസോൺ 1.8% ഇടിവുമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഇന്നലെ ടെക് കമ്പനികളിലുണ്ടായ വലിയ ഇടിവ് കാരണം കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത് നാസ്ഡാക്ക് ആയിരുന്നു. 1.43% ഇടിവുണ്ടാക്കി. S&P 500 0.84% ഇടിഞ്ഞപ്പോൾ ഡൗ ജോൺസ് 0.34% മാത്രമാണ് ഇടിഞ്ഞത്. ഇനി ഇന്നലെ ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ പ്രഷറിലായിരുന്നു. ഇനി ഇന്നലെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വലിയ ഇടിവിലേക്കാണ് ഇൻഫോസിസും വിപ്രോയും പോയത്. ഇൻഫോസിസ് 5.56% ഇടിഞ്ഞപ്പോൾ വിപ്രോ 4.83% ഇടിഞ്ഞത്. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.65% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 0.94% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് മാത്രമാണ് പോസിറ്റീവിൽ 1.5% പോസിറ്റിവിറ്റിയിൽ ക്ലോസ് ചെയ്യുന്നത്. അടുത്തതായി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഏഷ്യൻ വിപണി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മിക്സഡ് ആയിട്ടാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.75% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.31% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,810 54 പോയിന്റ്സ് ഇടിഞ്ഞാണ്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 5 മുതൽ 10 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് മാത്രമാണ് സാധ്യതയുള്ളത്. അതായത് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക്. ഗോൾഡ് പ്രൈസുകളിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ വീണ്ടും 6% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നും നേട്ടം തുടരുന്നു. ഏകദേശം 2% നേട്ടത്തിലാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,12,880 എന്ന നിലയിലാണ്. കൂടാതെ സിൽവർ ഫ്യൂച്ചേഴ്സ് ഇന്നലെ 6% മുകളിലുള്ള നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നും ഏകദേശം 4% അടുപ്പിച്ച് നേട്ടത്തിൽ തന്നെയാണ് സിൽവർ ഉള്ളത്. അടുത്തതായി ഓയിൽ പ്രൈസുകളിലേക്ക്. ബ്രന്റ് WTI ഫ്യൂച്ചേഴ്സ് 1.5% മുകളിലുള്ള പോസിറ്റിവിറ്റിയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 3 മാസത്തേക്ക് ഇപ്പോൾ വെറും 1,299 രൂപ മാത്രമാണ്. 55% ഡിസ്കൗണ്ടോട് കൂടിയാണ് ഈ ഓഫർ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ പരമാവധി മാർക്കറ്റ് ഇപ്പോൾ ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇപ്പോഴത്തെ ഈ പുതിയ കാലത്ത് നമ്മൾ ധാരാളം കാര്യങ്ങൾ ചിന്തിച്ച് ഒന്നും ട്രേഡ് എടുക്കേണ്ട കാര്യങ്ങളില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. അത്തരത്തിൽ കൂടുതലായിട്ടുള്ള AI പ്രോംപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഉപയോഗിക്കണമെങ്കിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു AI പ്രോംപ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ AI പ്രോംപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ: ബജാജ് ഫിൻസർവ്, ടാറ്റ പവർ കമ്പനി, അപ്പോളോ ടയേഴ്സ്, കുമ്മിൻസ് ഇന്ത്യ, ദേവയാനി ഇന്റർനാഷണൽ, ഇമാമി, എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ്, ഫോഴ്സ് മോട്ടോഴ്സ്, ഹെക്സാവെയർ ടെക്നോളജീസ്, ഐവാല്യൂ ഇൻഫോ സൊല്യൂഷൻസ്, JSW സിമൻ, കൽപ്പതാരു പ്രൊജക്ട്സ്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, APJ സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ്, ടീം ലീസ് സർവീസസ്, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യ, ട്രെൻഡ്, സുവാരി അഗ്രോ കെമിക്കൽസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കമ്പനികളുടെ Q3 റിസൾട്ടിലേക്ക്. ആദ്യം ബജാജ് ഫിനാൻസ്. നെറ്റ് പ്രോഫിറ്റിൽ 6% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4,066 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 21% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 11,317 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. അടുത്തത് ആദിത്യ ബിർള ക്യാപിറ്റൽ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 41% വർധനവ് വന്നിരിക്കുന്നു. 983 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 30% വർധനവ് രേഖപ്പെടുത്തി. 14,181 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ടോട്ടൽ ലെൻഡിംഗ് പോർട്ട്ഫോളിയോയിൽ 30% വർധനവും രേഖപ്പെടുത്തി. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. അടുത്തതായി ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 25% ഇടിവാണ് വന്നിരിക്കുന്നത്. 120.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. റവന്യൂവിൽ 18.2% വർധനവ് രേഖപ്പെടുത്തി. 2,467.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി മാൻകൈൻ ഫാർമ എന്ന കമ്പനി. പ്രോഫിറ്റിൽ 7.5% വർധനമാണ് വന്നിരിക്കുന്നത്. 408.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.5% വർധനവും വന്നിരിക്കുന്നു.
അടുത്തത് കാസ്ട്രോൾ ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 9.8% ഇടിവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 6.4% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് നല്ല റിസൾട്ട് രേഖപ്പെടുത്തിയ മറ്റൊരു കമ്പനി ഷീല ഫോം എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 212.9% നല്ലൊരു വർധനവ് വന്നിരിക്കുന്നു. 52.57 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.1% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. അടുത്തതായി പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 12% വർധനവ് വന്നു. 623.84 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10.1% വർധനവ് വന്നു. 3709.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ്. FIS നല്ല ഒരു ബൈയിങ്ങിലേക്ക് വന്നൊരു ദിവസമായിരുന്നു ഇന്നലെ. 5236 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. അതായത് ഒക്ടോബറിനൊക്കെ ശേഷം ഒരു 5000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു ക്യാഷ് മാർക്കറ്റിലെ ബൈയിങ് ഇതാദ്യമായിട്ടാണ് FIS നടത്തുന്നത്. DS ആവട്ടെ 1014 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ആദ്യം നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 25,728-ൽ 639 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് ഇന്നലെ ആരംഭിച്ചെങ്കിലും ഓൾ ടൈം ഹൈ ലെവലിന് അരികെയൊക്കെ ഓപ്പൺ ചെയ്തെങ്കിലും പിന്നീട് നല്ലൊരു സെല്ലിംഗ് പ്രഷറാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. 26,373 എന്ന 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 30 പോയിന്റ്സ് താഴ്ന്നാണ് നിഫ്റ്റി ഇന്നലെ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അവിടെ നിന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോൾ തന്നെയാണ് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. പിന്നീട് നമ്മൾ വരച്ച ആ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് തന്നെയാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളതും. ഇനി എന്താണ് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വീണ്ടും നിഫ്റ്റി ഒരുപക്ഷെ താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ മൊത്തത്തിൽ നല്ല പോസിറ്റിവിറ്റി ആയിരുന്നെങ്കിലും ഇന്നലെ ഫോം ചെയ്ത് റെഡ് ക്യാൻഡിൽ ആയതുകൊണ്ടും മാത്രമല്ല അപ്സൈഡിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ച് പിന്നീട് ഉടനീളം ഒരു ഇടിവിലേക്ക് പോയതുകൊണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അത് നൽകുന്നത്. ഏതായാലും ഇന്നലത്തോടെ നിഫ്റ്റി പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകൾക്കെല്ലാം മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി അടുത്ത വീക്കിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,800-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,700-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 60,041-ൽ 1,422 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ പുതിയ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. 61,765 പുതിയ ഓൾ ടൈം ഹൈ ആയി വരുന്നത്. അത്തരത്തിൽ അപ്സൈഡിൽ നിന്നും നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നതോടെ ഡൗൺ സൈഡിൽ ക്ലോസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ട്രെൻഡ് ലൈനിന് അരികെയായിട്ടാണ്. ഇനി ഇത് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്കാണോ ക്ലോസിംഗ് വെക്കുന്നത് അതോ ഇനിയൊരു റിവേഴ്സലാണോ മാർക്കറ്റിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,100-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 60,000-ഉമാണ്. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു പോയത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.